ഓട്ടം സീസണിൽ കളറ് മാറി ഒരു വിസ്മയം തന്നെ തീർക്കുന്ന ഒരു സ്ഥലമാണ് ക്യോത്തോയിലെ അരഷിയാമ. ടെൻരൂജി ടെമ്പിളിലെ ചുവപ്പും മഞ്ഞയും നിറഞ്ഞ ഇലകൾ അവിടെ സമയം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തതുപോലെ നമുക്ക് തോന്നും. ബാംബു ഫോറസ്റ്റിലൂടെ നടക്കുമ്പോൾ കാറ്റിൽ മുളകൾ തമ്മിൽ തട്ടുന്ന ശബ്ദം അരഷിയാമ നമ്മോട് പതുക്കെ എന്തോ സംസാരിക്കുന്ന പോലെ തോന്നും. ഒസാവ നദിയിൽ കയാക്കിംഗ് കൂടെ നടത്തുമ്പോൾ ചുറ്റുമുള്ള തിരക്കുള്ള ലോകം വളരെ ദൂരത്തായി തോന്നും. അപ്പോൾ മനസ്സിലാകും അരഷിയാമ ഒരു സ്ഥലമല്ല, അതൊരു അനുഭവമാണ്. അപ്പോൾ ഓട്ടം സീസണിലെ ഞങ്ങളുടെ ക്യോത്തോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ടെൻരൂജി ടെമ്പിളിലേക്കാണ്. എൻട്രൻസിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് ഈ ടെമ്പിളിൻ്റെ അകത്ത് എന്തുമാത്രം ഓട്ടം കളേഴ്സ് കാണാൻ പറ്റുമെന്ന് മനസ്സിലാവും. ആ ഫോട്ടോ കണ്ട് മയങ്ങിയാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറിയത്. 500 എന്നാണ് ഈ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഫീ. പിന്നെ തുടക്കത്തിലെ നെഗറ്റീവ് പറയുകയെന്ന് വിചാരിക്കല്ലേ, ഇതിനുള്ളിൽ നമുക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് വീഡിയോയും ഫോട്ടോസും ഒന്നും സ്റ്റാൻഡ് വെച്ച് എടുക്കാൻ പറ്റത്തില്ല. അത് ഒരു കണക്കിന് നല്ലതാണ്. അതുകൊണ്ട് ഈ ക്രൗഡ് എവിടെ സ്റ്റക്ക് ആവുന്നില്ലായിരുന്നു. കുറേ ആളുകൾ ഉണ്ടെങ്കിലും വലിയ തിരക്കൊന്നും തോന്നുന്നില്ലായിരുന്നേ. ഈ തവളയുടെ ഫ്രണ്ടിലുള്ള ആ പാത്രത്തിലേക്ക് കോയിൻ ഇടണം. അതായിരുന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്ന ടാസ്ക്. അത് ഓരോരോ വിശ്വാസങ്ങളല്ലേ. നിറയെ മേപ്പിൾ ലീവ്സ് ഉള്ള ആ ഗാർഡനിലൂടെ കുറച്ചങ്ങ് നടന്നപ്പോഴാണ് നമ്മൾ ആ കുളത്തിലെത്തിയത്. അവിടുന്ന് മുന്നോട്ട് നടന്നപ്പോൾ അതിമനോഹരമായ വേറൊരു കുളം കൂടി ഉണ്ടായിരുന്നു. ഈ പോണ്ടിന്റെ ഫോട്ടോയാണ് എൻട്രൻസിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് മയങ്ങിയാണ് ഞങ്ങൾ ഈ ടെമ്പിളിൽ കയറിയത്. ഈ പോണ്ടിന്റെ സൈഡിൽ മാത്രമല്ല മേപ്പിൾ ലീവ്സ്, അങ്ങ് കാണുന്ന മലയിലും നിറയെ കളർ ചേഞ്ച് ഉള്ള മരങ്ങളാണ്. ആകാശവും ആ കളർ ചേഞ്ച് ആയിട്ടുള്ള മലകളും ഈ പോണ്ടും കൂടെ ഈ ടെമ്പിളും കൂടി ആയപ്പോൾ എന്താ ഭംഗി. ഓട്ടം സീസണിലെ നല്ല തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ പോയത്. പക്ഷേ ഈ പോണ്ടും അതിനു ചുറ്റുമുള്ള ഈ സൗന്ദര്യമൊക്കെ കാണുമ്പോൾ ആ തിരക്കൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ് സത്യം. ഈ കുളം എന്ന് പറയുന്നത് സെൻരൂജി ടെമ്പിളിന്റെ ഹൃദയമാണ്. ഇതേ ചുറ്റിപ്പറ്റിയാണ് ഈ അമ്പലം നിൽക്കുന്നത്. കുളത്തിന്റെ സൈഡിലുള്ള ഈ മണ്ണും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ, അതിൽ കുറച്ച് പാറ്റേൺസ് ഒക്കെ കാണുന്നില്ലേ? അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാവേ. അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. എന്തായാലും ഓട്ടം സീസണിൽ ഈ വഴിക്ക് പോകാൻ പറ്റുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണേ. ഈ കാണുന്നതാണ് ടെമ്പിളിന്റെ മെയിൻ ഹാൾ. ഇവിടേക്ക് വേറെ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെബിൾസ്. ഇത് ജാപ്പനീസ് സെൻ ഗാർഡനിലൊക്കെ കാണുന്ന ഒരു പാറ്റേൺ ആണ്. ഡ്രൈ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഗ്രേവൽസ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇതിനെ സുനോമോൺയോ എന്നാണ് ജാപ്പനീസിൽ പറയുന്നത്. വെള്ളത്തെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓഷ്യന്റെയും റിവറിന്റെയും കടലിന്റെയും ഒക്കെ ആ ഒരു ഫ്ലോ ഇല്ലേ, വേവ്സിന്റെയൊക്കെ ഒരു ഫ്ലോ ആണ് അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലൂടെ പോയ ധാരാളം മേപ്പിൾ ലീവ്സ് കാണാൻ പറ്റുവേ. ഈ കളർ ചേഞ്ച് കണ്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ക്യോത്തോ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എന്തായാലും നമ്മുടെ കൊതി തീരെ കളർ നമുക്ക് അവിടെ കാണാൻ പറ്റുവേ. ഞങ്ങളൊരു 2 days ട്രിപ്പായിട്ടാണ് പോയത്. അതുകൊണ്ട് കണ്ട് എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ആ ഗാർഡന്റെ ഭാഗങ്ങളാണ്. ചുറ്റിക്കറങ്ങി ആ മുകളിലോട്ടും താഴോട്ടൊക്കെ പോയാൽ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ ആ ടെമ്പിളും അതിന് ചുറ്റുമുള്ള ഗാർഡനൊക്കെ ഒരു റൗണ്ട് കറങ്ങിയിട്ട് ഞങ്ങൾ ഇതാ പുറത്തിറങ്ങിയേ. ഇത് നമ്മൾ കയറിയ എൻട്രൻസ് അല്ല, ഇത് വേറൊരു എൻട്രൻസ് ആണ്. ഇതിലും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളർ ചേഞ്ച് ഉള്ള ഇലകളും മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നേ. ചുവപ്പും മഞ്ഞയും ഓറഞ്ചും എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. ഈ ടെമ്പിളും അവിടുത്തെ ആ പോണ്ടും ഒക്കെ ഡിസൈൻ ചെയ്തത് 14ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങളായെങ്കിലും അത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോൾ നമ്മളും ഏതൊക്കെയോ പോയിന്റിൽ കുറേ വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ച പോലെ തോന്നും. അങ്ങനെ ടെൻരൂജി ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ജപ്പാനിലെ തന്നെ ഭയങ്കര പോപ്പുലറായ ഒരു ഡെസ്റ്റിനേഷനായ അരഷിയാമയിലെ ബാംബു ഫോറസ്റ്റിലേക്കാണ്. ഈ ടെമ്പിളും ഈ ബാംബു ഫോറസ്റ്റ് എല്ലാം ഒരേ ഏരിയയിലാണ്, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളേ. ഈ ബാംബു ഫോറസ്റ്റ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് കറങ്ങി കേട്ടോ. ആക്ച്വലി ഇവിടെ എല്ലായിടത്തും ബാംബൂസ് ആണുള്ളത്. ഇതിൽ ഏതാണ് ഒറിജിനൽ ബാംബു ഫോറസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നതും ഒറിജിനൽ ആണോ എന്ന് ഉറപ്പൊന്നുമില്ലേ. ഈ
ബാംബു ഫോറസ്റ്റിന് നമ്മൾ ഇന്ത്യക്കാരുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വിജയ് അഭിനയിച്ച ജില്ല എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പാട്ട് സീൻ ഈ ബാംബു ഫോറസ്റ്റ് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സീനിൽ കാണുന്ന അത്ര മുളയും ഇല്ല, അത്രയ്ക്ക് ഭംഗി ഇവിടെ ഇല്ലല്ലോ. അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടുത്തെ മുളയിൽ പേരെഴുതുകയും പടം വരയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഭംഗി നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മുളയിൽ കുറച്ച് കുറവുള്ളത്. പിന്നെ ഇങ്ങനത്തെ ട്രഡീഷണൽ രീതിയിലുള്ള റിക്ഷാസ് ഇവിടെ ധാരാളം ഉണ്ട്. സമയവും ബഡ്ജറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കിമോണയൊക്കെ ഇട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും നേരം ആ ടെമ്പിളിന്റെയും ബാംബു ഫോറസ്റ്റിന്റെ ഒക്കെ കാഴ്ച കണ്ട് വേറെ ഏതോ കാലത്ത് ജീവിച്ച പോലെയല്ലേ നിന്നത്. ഇനി കുറച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തിറങ്ങി ആ സ്ട്രീറ്റ് കഴിഞ്ഞ് നേരെ നടക്കുമ്പോൾ ഒരു പാലമുണ്ട്. അതാണ് ഈ തൊഗത്സുക്കോ ബ്രിഡ്ജ്. അതിനർത്ഥം മൂൺ പാസിംഗ് ബ്രിഡ്ജ് എന്നാണ്. ഇത് 9th സെഞ്ച്വറി പണിത ബ്രിഡ്ജ് ആണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഓരോ സീസണിലും ഓരോ കാഴ്ചകൾ തരുന്ന ഒരു മനോഹരമായ ഡെസ്റ്റിനേഷൻ ഇത്. ആ കാണുന്ന മലയില്ലേ, അത് അവിടുത്തെ ഹൈലൈറ്റ് ആയിരുന്നേ. അതൊരു സൈഡിൽ ഇതാ ഒഴുകുന്ന പുഴ. ഈ നദിയാണ് ഒസാവ നദി. ഈ നദിയുടെ 2 സൈഡിലും റെസ്റ്റോറൻറ്റ്സും സുവർണ ഷോപ്പുകളൊക്കെയാണ്. ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് പറയാം. ഈ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഈ മലയുടെ ഭംഗിയും കളർ ചേഞ്ചൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ആ പുഴയിൽ ധാരാളം ബ്ലൂ കളറുള്ള ബോട്ടുകൾ കാണാൻ പറ്റുന്നില്ലേ? അതൊക്കെ കയാക്കിംഗ് ബോട്ടുകളാണ്. നല്ല ബ്ലൂ കളർ ആകാശവും കളർഫുള്ളായ മലയും അതിന് സൈഡിലായിട്ട് ഒഴുകുന്ന പുഴയും അതിലൊരു നീല ബോട്ടിൽ ഞാനും റോസും. നല്ല റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നില്ലേ? ഞങ്ങൾക്കും അങ്ങനെ തോന്നി. അങ്ങനെ ഞങ്ങൾ 2000 yen കൊടുത്തിട്ട് ഒരു ബോട്ട് എടുത്ത് കയാക്കിങ്ങിന് പുറപ്പെടുവാണേ. ഈ ബോട്ടിൽ 2 തൊട്ട് 4 പേർക്ക് വരെ കയറാവേ. ഇതിൽ അവിടെ ഇരിക്കുന്ന ഇപ്പൊ റോയസ് ഇരുന്ന് തുഴയുന്ന സ്ഥലമില്ലേ, അവിടെ ഇരിക്കുന്ന ആളാണ് ക്യാപ്റ്റൻ. ബാക്കി ബോട്ടുകാരെല്ലാം അവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഫുൾ ബോട്ടുകാർ അവിടെ, ഞങ്ങൾ മാത്രം ഇവിടെ. ഞങ്ങളുടെ പരിസരത്ത് ആരുമില്ല. ഞങ്ങളങ്ങനെ ആഗ്രഹിച്ച് ഒറ്റപ്പെട്ടു പോയി നിന്നല്ലേ, തുഴയാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ പെട്ടുപോയതാണേ. ഒരു കോമഡി വീഡിയോയുടെ കണ്ടന്റാണ്. റോസ് ഇവിടെ ഇങ്ങനെ തുഴയുന്നു. ബാക്കിൽ ഒരു താറാവ്. എനിക്ക് വേണ്ട, സ്പീഡ് വേണ്ട. ഈ താറാവ്, ആ താറാവിനെ കണ്ടു. ആ താറാവ് റോസ്. ഈ താറാവിനെ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റോസ് വന്നത്. അവസാനം താറാവ് സൈഡാക്കി തന്നു എന്നുള്ളതാണ് സത്യം. ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവസാനമായപ്പോഴത്തേക്ക് റോസ് തുഴയാനൊക്കെ പഠിച്ചേ. എന്തായാലും ആദ്യം കുറെ കോമഡിയും കുഞ്ഞു വഴക്കൊക്കെ ആയിരുന്നേ. പിന്നെ അങ്ങനെ ഹൗസ് ബോട്ട് എടുക്കാനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. അതാവുമ്പോൾ നമ്മൾ തുഴയണ്ട, അവർ തന്നെ തുഴഞ്ഞോളും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ആദ്യം റോസിന് തുഴയാൻ കിട്ടുന്നേ ഇല്ലായിരുന്നേ. പിന്നെ കുറെ വിഷമമൊക്കെ പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെയ്യുന്നത് നോക്കി പയ്യെ പഠിച്ചാണ് ഈ ലെവലിലെത്തിയത്. ഇങ്ങനൊരു ബോട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങ് ദൂരെ വരെ ഇതും കൊണ്ട് പോകാൻ പറ്റുമേ. പോന്ന വഴിക്ക് വലിയ ഹൗസ് ബോട്ടുകൾ കാണാൻ പറ്റും. ഇങ്ങനത്തെ കുട്ടി താറാവിനെ കാണാൻ പറ്റും. അങ്ങനെ കുറേ നല്ല കാഴ്ചകളുണ്ടായിരുന്നേ. ജപ്പാൻ മൊത്തത്തിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആണെങ്കിലും ഈ ഓട്ടം സീസണോ സ്പ്രിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഇഫക്റ്റ് കൂടുതലായിട്ട് തോന്നുവേ. ഈ കാണുന്നത് കടകളാണ്. ബോട്ടിൽ തന്നെ കടയെ കൊണ്ടുവരുന്നു. നമുക്കവിടെ ബോട്ടിൽ തന്നെ പോയിട്ട് സാധനം വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവർ ക്യൂ നിൽക്കുന്നുമുണ്ട്. അതാണ് ജപ്പാൻകാരുടെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഓരോ ബോട്ടുകാരും ക്യൂ ആയിട്ട് നിൽക്കുന്നതാണ്. ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഈ ഓട്ടം സീസണിലും സ്പ്രിംഗ് സീസണിലൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഭംഗിയാണ്. വലിയ ചൂടൊന്നുമില്ല, എന്നാൽ തണുപ്പുണ്ട്. എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പുമില്ല. നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. ആ ക്ലൈമറ്റും അതുപോലെ കാഴ്ചകളും സ്പ്രിംഗ് സീസണിലാണെങ്കിലും ഓട്ടം സീസണിലാണെങ്കിലും കാഴ്ചയും ഭയങ്കര ഭംഗിയാണല്ലോ. അപ്പം നല്ല കളർ ചേഞ്ചൊക്കെ കണ്ട് ഇങ്ങനെ പുഴയിൽ കിടക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. ഇപ്പോഴും നമ്മൾ വന്ന പാലത്തിൽ നോക്കി നിറയെ തിരക്കാണ്. ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പാലത്തിലേക്ക് കടക്കുന്ന സിഗ്നലിൽ എല്ലാ ഭാഷയിലും, ചൈനീസിലും ഇംഗ്ലീഷിലും ജാപ്പനീസിലും വിയറ്റ്നാമീസിലും എല്ലാ ഭാഷയിലും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരും പാലത്തിൽ എവിടെയും നിൽക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല, എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണമെന്ന്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സീൻ ജപ്പാനിൽ കാണുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. ഇപ്പം ഞാനും ചെറുതായിട്ടൊന്ന് തുഴയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എനിക്ക് റോസിൻ്റെ അത്ര ക്ഷമയൊന്നും ഇല്ലാത്തത് കാരണം എനിക്കങ്ങനെ തുഴയാനൊന്നും കിട്ടുന്നില്ലേ. അങ്ങനെ അതിലേക്ക് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വന്ന വഴി ഏകദേശം കാലിയായി തുടങ്ങി. കാരണം സമയം 5 മണി ആവാറായേ. പക്ഷെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകേണ്ടവരുടെ ക്യൂവിൽ ഒരു കുറവുമില്ല. നേരത്തെ നമ്മൾ വരുമ്പോൾ ഈ റോട്ടിൽ കൂടിയൊക്കെ വണ്ടി പോകുമായിരുന്നേ. ഇപ്പോൾ ആൾക്കാർ കാരണം
ഒരു വണ്ടിക്ക് പോയിട്ട് ഒരു ഇലയ്ക്ക് പോലും വീഴാനുള്ള സ്പേസ് ഇല്ല. മൊത്തത്തിൽ ആ റോഡ് ബ്ലോക്ക് ചെയ്ത് പോലീസ് അവിടെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി മാത്രമാക്കി വെച്ചിരിക്കുകയാണ്. ജപ്പാനിൽ എന്തുമാത്രം ടൂറിസ്റ്റുകളാണ് വരുന്നതെന്ന് ഈ ഒറ്റ സീനിൽ നിന്ന് മനസ്സിലാവൂലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓവർ ടൂറിസമാണ്. ടൂറിസം കാരണം ഇവിടുത്തെ ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് രാത്രിയിൽ ഞങ്ങൾ ആ പാലത്തിൽ കൂടെ നടന്നതാണ്. അപ്പോൾ ഒരു തിരക്കുമില്ല, ഒന്നുമില്ല, നല്ല ശാന്തം സുന്ദരം. ക്യോത്തോയിലെ വേറെ കുറച്ച് ഡെസ്റ്റിനേഷനിലും കൂടെ ഞങ്ങൾ പോയായിരുന്നേ. അതിൻ്റെ വീഡിയോസൊക്കെ വരും ആഴ്ചകളിൽ ഇടാവേ. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ.